വിലപേശൽ എൻ്റെ ജന്മാവകാശമാണെന്ന് വിശ്വസിക്കുന്നതാണ് നമ്മുടെ കസ്റ്റമേഴ്സിലെ 95% പേരും. ഞങ്ങളുടെ ഒരു സാറ് എപ്പോഴും പറയും, 1 രൂപ ലാഭിക്കുന്നത് 1 രൂപ സമ്പാദിക്കുന്നതിന് തുല്യമാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അദ്ദേഹം പേശലിൻ്റെ ഒരു ഉസ്താദാണ്. അതേപോലെ ഞങ്ങൾക്ക് മുമ്പൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നു. പുള്ളിയും ഇതേപോലെ പേശലിൻ്റെ ഉസ്താദുകൾ തന്നെയാണ്. അപ്പോൾ പുള്ളിയുടെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ പേശലിൽ വളരെ മോശമായിട്ടുള്ള വ്യക്തിയാണ് എന്നെ വിശ്വാസം. ഞാൻ അങ്ങനെ അധികം പേശാറില്ല. എന്നോടൊരാൾ പേശുന്നതും എനിക്ക് കാര്യമായി ഞാൻ പ്രമോട്ട് ചെയ്യാറുമില്ല. ചില കടകളിൽ പോകുമ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ കലൂർ ഒരു പ്രശസ്തമായ കടയുണ്ട്. ആരെങ്കിലും അവിടെ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ ആരെങ്കിലും പേശി 1 രൂപ കുറച്ച് വാങ്ങിക്കതായിട്ട് എന്നിട്ട് അദ്ദേഹത്തിന് കച്ചവടം ഇല്ലാണ്ടായി പോകുന്നുണ്ടോ? ആകെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവിടെ പോയി പേശാൻ സാധ്യതയില്ലാത്തവൻ പുറത്തിറങ്ങി അദ്ദേഹത്തെ പറ്റി ഭയങ്കര നെഗറ്റീവ് കമൻറ്റ് കൊടുക്കും എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും അങ്ങേരെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയൊന്നും ചെയ്യണമെന്നല്ല പറയുന്നത്. ഒരു വ്യക്തി ഒരു പ്രോഡക്റ്റിന് വിലയിടുമ്പോൾ അയാളുടെ പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് വിലയിടുന്നത്. അപ്പം അത് കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കൊണ്ട് ആണ് നിങ്ങൾ ഈ പേശുന്നത്. 2 തരത്തിലാണ് പേശുക. ഒന്ന്, കയ്യിൽ അത്രയും കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് ആളുകൾ പേശും. 2, പേശലിൻ്റെ ജന്മാവകാശം. ഈ ജന്മാവകാശം കൊണ്ട് നടക്കുന്നവർ നമ്മൾ കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവൻ നമ്മളുടെ മുമ്പിൽ മാത്രമാണ് പേശുന്നത്, അല്ലേ? ഇവൻ ലുലു മാളിൽ പോയാൽ പേശു, ഇവൻ ബീവറേജിൽ പോയാൽ പേശു ഇല്ല. എന്നാൽ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഒരു സിസ്റ്റം ഉണ്ട്. കാരണം അവരുടെ മുമ്പിൽ അദൃശ്യമായിട്ടുള്ള വ്യക്തിയാണ് തീരുമാനം എടുക്കുന്നത്. ലുലു മാളിൽ പോയിട്ട് അവിടെ ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന ആൾ ആരാണ്? അവർ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ബീവറേജിൽ പോയിട്ട് എടുത്തു തരുന്ന ഒരാളാണ് നിൽക്കുന്നത്, അയാൾക്ക് അതിലൊരു തീരുമാനമില്ല. പക്ഷേ നമ്മുടെ വർക്ക്ഷോപ്പിൽ നമ്മളാണ് തീരുമാനം എടുക്കാമെന്ന് അവനറിയാം. അതുകൊണ്ടാണ് അവൻ നമ്മളോട് പേശുന്നത്. നിങ്ങളോട് പേശിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ എവിടെയാണ് നഷ്ടം സംഭവിക്കുന്നത്? ഇവൻ്റെ സ്വഭാവം നമുക്കറിയാത്തതുകൊണ്ട് നമ്മൾ റേറ്റ് പറയുന്നു, അവൻ പേശുന്നു, നമ്മുടെ ലാഭത്തിൽ നിന്ന് അവൻ കടത്തിക്കൊണ്ടുപോകുന്നു. ഇത്തരം പ്രവണതകളെ നമ്മൾ ഇല്ലായ്മ ചെയ്യണം.